ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പിന്നിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ തുടങ്ങാം. ഈ വയനാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ആർക്കൊപ്പമായിരുന്നു? ശരി, ജമാഅത്തെ ഇസ്ലാമി UDFിൻ്റെ ഒപ്പമായിരുന്നു. വിജയരാഘവന്റെ പ്രസ്താവനയിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. തെറ്റുണ്ടല്ലോ. ഏതർത്ഥത്തിലാണ് തെറ്റുള്ളത്? വിജയരാഘവൻ പറയുന്നത് പ്രിയങ്കയുടെ വിജയത്തിന്റെ പിന്നിൽ വർഗീയ ചേരിയാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല മുന്നിലും പിന്നിലും ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വളരെ കൃത്യമാണ്. CPM കുറച്ച് കാലങ്ങളായി തുടർന്നു വരുന്ന വളരെ കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. വയനാട് സംഭവം എന്ന് പറയുന്നത് ഒറ്റ സംഭവമല്ല, നീണ്ട സംഭവ പരമ്പരയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇപ്പോഴത്തെ. ഇനിയും അത് തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് CPM എത്തിയതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPM സ്വീകരിച്ചിരുന്നതും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ജമാഅത്തെ ഇസ്ലാമിയും അവരിൽ തൃപ്തരായിരുന്നു. CIC വിഷയത്തിലാണെങ്കിലും CIC NRC വിഷയത്തിൽ, ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലൊക്കെ CPM സ്വീകരിച്ച നയങ്ങളോട്, നിലപാടുകളോട് ജമാഅത്തെ ഇസ്ലാമിക്കും താല്പര്യമായിരുന്നു. അതിൽ എതിർപ്പില്ലല്ലോ. ഇല്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാട് മാറ്റമാണോ CPMനെ ചൊടിപ്പിക്കുന്നത്, അതല്ല മൊത്തത്തിൽ ന്യൂനപക്ഷങ്ങൾ CPMനെതിരായി എന്നുള്ളതാണ്? അതിൽ ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതെല്ലാം രാഷ്ട്രീയപരമായ കാരണങ്ങളല്ല. മതസാമുദായിക സംഘടനകൾ പിന്തുണ കൊടുക്കുന്നിടത്ത് വ്യത്യസ്തമായ ഘടകങ്ങൾ അടിസ്ഥാനമായി വർത്തിക്കാറുണ്ടെന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ അതിൻ്റെ പിന്തുണ കൊടുത്തതെല്ലാം രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. ഏതാണ്ട് 90കൾക്ക് ശേഷം 3 പതിറ്റാണ്ട് കാലം എന്ന് വേണമെങ്കിൽ പറയാം ജമാഅത്തെ ഇസ്ലാമി CPMനെ പിന്തുണച്ചിട്ടുണ്ട്. ആ പിന്തുണയും രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്, ഇതിൽ നിലനിൽക്കുന്ന മുന്നണികളിൽ അന്ന് സമീപനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന സമീപനം, ബാബരി മസ്ജിദ് ധ്വംസനത്തിൻ്റെ എല്ലാം വിഷയത്തിൽ ഇടതുപക്ഷം എടുത്ത സമീപനത്തോട് അന്നത്തെ മറ്റൊരു മുന്നണിയേക്കാൾ പരിഗണന കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പിന്തുണ കൊടുത്തത് ഇടതുപക്ഷവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയനുമായി സംസ്ഥാന സെക്രട്ടറി പിണറായിയുമായിട്ട് സംസാരിച്ചു. പക്ഷേ 2019 എത്തിയപ്പോൾ എന്തൊരു കാരണത്താലാണോ CPMനെ പിന്തുണച്ചത്, സമാനമായ സ്വഭാവത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനായി. കേരളത്തിൽ ഇന്ത്യ മുന്നണിയെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇരു കക്ഷികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ദേശീയ കക്ഷി എന്നുള്ള അർത്ഥത്തിൽ കോൺഗ്രസിനാണ് കൊടുത്തത്.